എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 6-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു മതമാണ് ഇസ്ലാം മതം. അതിനു മുമ്പ് ഇസ്ലാമിൻ്റെ ഒരു ചരിത്രവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവർ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഇസ്ലാം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരല്ല. എന്നാൽ ഇസ്ലാമിൻ്റെ ആരംഭത്തിന് ശേഷം മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിരവധി യുദ്ധങ്ങൾ നടക്കുകയും നിരവധി പ്രദേശങ്ങൾ ഇവർ പിടിച്ചടക്കുകയും ചെയ്തു. പ്രധാനമായും ഇവർ ഏറ്റവും അധികം ആക്രമിച്ചത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ, കുരിശ് യുദ്ധങ്ങൾ തന്നെ പൊട്ടിപ്പുറപ്പെടേണ്ടി വന്നു. ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശം ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും തന്നെ നടന്നു. അങ്ങനെ ഇവർ ഓരോ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുകയും അവിടെയുള്ള മറ്റ് മതസ്ഥരെ അവിടുന്ന് ഓടിക്കുകയും അവരുടെ വീടുകൾ കൊള്ളയടിക്കുകയും അവരുടെ വസ്തുവകൾ പിടിച്ചുപറിക്കുകയും അവരുടെ ഭവനത്തിലുള്ള സ്ത്രീകളെ നിർബന്ധിതമായി ഇവർ മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ലോകത്തിൽ വാളുകൊണ്ട് കൊന്നു വളർന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ലോകത്തിൽ ഏറ്റവും വലിയ ഭീകരത വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമ്മളിപ്പോൾ കാണുന്ന ഈ സിറിയയിലും നൈജീരിയയിലും അതുപോലെ സുഡാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ സമാധാനത്തിൻ്റെ മതം എന്നറിയപ്പെടുന്ന ഇസ്ലാം ഒരു അസമാധാനത്തിൻ്റെ മതമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദു സമൂഹം അവരെ സ്വീകരിച്ചു. എല്ലാ മതങ്ങളെയും ഇന്ത്യ സ്വീകരിച്ചു, ക്രിസ്തീയ മതത്തെയും ഒക്കെയും സ്വീകരിച്ചു. എന്നാൽ ഇസ്ലാം മതം ഇന്ത്യയിൽ കടന്നു വന്നതിന് ശേഷം അവരുടെ മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് ഔറംഗസീബിനെ പോലുള്ള ക്രൂരനായ ഭരണാധികാരികളുടെ കാലത്ത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇവർ തല്ലി തകർത്തു. ഒരുപാട് ക്ഷേത്രങ്ങൾ, ഈ വാരണാസിയുമായി ബന്ധപ്പെട്ട് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 10,000-കണക്കിന് ക്ഷേത്രങ്ങൾ ഈ വാരണാസിയിൽ തന്നെ ഔറംഗസീബിൻ്റെ പട്ടാളക്കാർ നശിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും തന്നെ ഇവർ ക്ഷേത്രങ്ങൾ തകർത്ത് ആ ക്ഷേത്രങ്ങൾ ഇരുന്ന സ്ഥാനത്ത് തന്നെ അവരുടെ മസ്ജിദുകൾ സ്ഥാപിച്ചു. കാശി വിശ്വനാഥ് ക്ഷേത്രം പോലും തകർക്കുവാൻ അവർ പദ്ധതിയിട്ടു. എന്നാൽ അത് സാധിച്ചില്ല. കാശി വിശ്വനാഥ് ക്ഷേത്രത്തോട് ചേർന്ന് ഒരു മസ്ജിദ് അവർ സ്ഥാപിച്ചു. അങ്ങനെ ഇന്ത്യയിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങളും അവരുടെ ആ ആധിപത്യത്തിൽ അവർ നശിപ്പിക്കുകയും പല ക്ഷേത്രങ്ങളിരുന്ന സ്ഥാനത്ത് ആ ക്ഷേത്രം തല്ലിത്തകർത്ത് അതിൻ്റെ മുകളിൽ അവർ മസ്ജിദ് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രധാന സംഭവമാണ് നമ്മൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ബാബറി മസ്ജിദ്, അതായത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ശ്രീരാമക്ഷേത്രത്തെ നശിപ്പിച്ചുകൊണ്ടാണ് ബാബറി മസ്ജിദ് പണിയുന്നത് ഔറംഗസീബിൻ്റെ കാലത്ത്. പിന്നീട് അതിപ്പോൾ അവിടെ നിന്ന് അത് മാറ്റപ്പെട്ടു. എന്നാൽ അതിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു കോടതി വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതായത് മധ്യപ്രദേശിൽ ധാർ ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് ഫോജ് ശാല എന്നാണ്. ഈ ക്ഷേത്രം മുസ്ലിം അധിനിവേശത്തിൽ ഇവരത് കൈക്കലാക്കി. ആ ക്ഷേത്രത്തിൽ അവരെ കൈവശമാക്കി ആ ക്ഷേത്രത്തെ അവർ അവരുടെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചു പോന്നു. ഇത് പരമാർ എന്ന ഒരു രാജവംശമാണ് 948 മുതൽ 1305 വരെയുള്ള
കാലഘട്ടങ്ങളിലാണ് ഈ രാജവംശം നിലനിന്നിരുന്നത്. ആ രാജവംശത്തിലെ ഒരു രാജ്പുത്ത് രാജാവായിരുന്നു ഭോജൻ. ഈ രാജാവ് സരസ്വതി ദേവിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമായിരുന്നത്. എന്നാൽ ഇത് മുസ്ലിങ്ങൾ കൈവശമാക്കി അവരതിനെ കമാൽ മൗല പള്ളി എന്ന പേരിൽ അതിനെ വിളിച്ചു. എന്നാൽ ഈ ക്ഷേത്രം സരസ്വതി ദേവിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതും അവിടെ സംസ്കൃതവും അതോടൊപ്പം തന്നെ മറ്റ് ഹൈന്ദവ പ്രമാണങ്ങളും വേദങ്ങളും പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇത് പിന്നീട് മുസ്ലിങ്ങൾ ഇതിനെ കൈയടക്കുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാദവിവാദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഹിന്ദു മതവും ജൈനമതക്കാരും ഇവിടെ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചപ്പോൾ അവർക്ക് ചൊവ്വാഴ്ച ദിവസം പൂജ നടത്തുവാനും എന്നാൽ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന നടത്താനുമുള്ള അനുമതി കൊടുത്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത് ഹിന്ദു ക്ഷേത്രമാണെന്നും ഇവിടെ ഇത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണെന്നും കോടതി വിധി ഉണ്ടായി. അതിനെ തുടർന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ നിരോധിക്കപ്പെടുകയാണ്. നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ അധിനിവേശത്തിൽ ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ആ ക്ഷേത്രങ്ങൾ ഇരുന്ന സ്ഥാനത്തെല്ലാം മസ്ജിദുകളാണ്. ഇന്ന് ഇന്ത്യയിലുള്ള നല്ലൊരു ശതമാനം മസ്ജിദുകളും നിൽക്കുന്നത് ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്രങ്ങളെ തല്ലി തകർത്തുകൊണ്ടാണ്, നശിപ്പിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ മസ്ജിദൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലമായ ഈ രാമജന്മഭൂമി അവരത് കൈവശമാക്കി ബാബറി മസ്ജിദ് പണിതു. എന്നാൽ അതിനെ ഇപ്പോൾ നശിപ്പിച്ച് അവിടെ ഇപ്പോൾ ശ്രീരാമക്ഷേത്രം പണിതിരിക്കുകയാണ്. അതുപോലെ ഈ മധ്യപ്രദേശിലെ ധാർ ജില്ലയിലുള്ള ഈ ഭോജ്ശാല എന്ന ഈ ക്ഷേത്രവും ഇപ്പോൾ ഹിന്ദുക്കൾ അവകാശമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ടാണ് ഇവർ ഇവിടെയെല്ലാം മസ്ജിദ് നിർമ്മിച്ചത്. കാലം ഒരിക്കലും ഇതിനെയൊന്നും മറച്ചു വയ്ക്കുകയില്ല. ഒരു കാലത്ത് പിടിച്ചടക്കപ്പെട്ടതെല്ലാം പിന്നീട് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മുസ്ലിം അധിനിവേശം കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല നിർമ്മിതികളും അവർ ചെയ്തിട്ടുണ്ട്. ചെങ്കോട്ടയുണ്ട്, താജ്മഹലുണ്ട്, ആഗ്ര കോട്ടയുണ്ട്, അങ്ങനെ പല നിർമ്മിതികളും അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ബ്രാഹ്മണ പുരുഷന്മാരെ നിർബന്ധിച്ച് അവർ മതപരിവർത്തനം നടത്തുകയും ബ്രാഹ്മണ സ്ത്രീകളെ അവർ തട്ടിക്കൊണ്ടുപോവുകയും രാജ്പുത്ത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും നിർബന്ധമായി അവരെ മതപരിവർത്തനം നടത്തുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൽ ഈ നോർത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് കേന്ദ്രമാക്കി ഒരുപാട് മതപരിവർത്തനം നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെടുന്നു. അത് ഓരോന്നോരോന്നായി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ദൗത്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ ഈ ക്ഷേത്രം തുടർന്ന് ഹിന്ദുക്കളുടെ ക്ഷേത്രമായി അത് അറിയപ്പെടുകയും സരസ്വതി ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമായി അത് നിലനിൽക്കുകയും ചെയ്യും.